പണിമുടക്കിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക അക്രമം. CITU പ്രവർത്തകർ പലയിടത്തും വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് സ്കൂളിൽ നിന്നും അധ്യാപകരെ ബലം പ്രയോഗിച്ച് ഇറക്കിവിട്ടത് സംഘർഷത്തിൽ കലാശിച്ചു. KSRTC ബസ്സുകൾ നിരത്തിലിറങ്ങാത്തതും വടക്കൻ കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാക്കി. വടക്കൻ ജില്ലകളിൽ പണിമുടക്ക് പലയിടത്തും അക്രമാസക്തമായി മാറി. കോഴിക്കോട് സ്കൂളിലെത്തിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും CITU പ്രവർത്തകർ തടഞ്ഞു. അധ്യാപകരെ ബലം പ്രയോഗിച്ച് സ്കൂളിൽ നിന്ന് പുറത്തിറക്കിയത് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് എത്തിയതോടെയാണ് പ്രദേശത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമായത്. പലയിടത്തും തുറന്ന കടകൾ CITU പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. KSRTC കൂടി പൂർണ്ണമായും സർവീസ് നടത്താതായതോടെ ജനജീവിതം ദുസ്സഹമായി മാറി. ഞാൻ ഇന്നലെ രാത്രി മുതലേ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 11 മണി മുതൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടിരുന്നേ. അപ്പോൾ ഇനി നാളെ രാവിലെ ഉണ്ടാവുള്ളൂ. ആരും ബൈക്കെറ്റാൻ വരുമോ നോക്കി നിൽക്കുക. 22 കിലോമീറ്റർ അപ്പുറം എത്തണം. അല്ല, KSRTC ഉണ്ടാവില്ല എന്നൊന്നും അറിയില്ല. ഇനിയും ഓടാൻ മതിയെന്ന് വിചാരിച്ച് വന്നതേനി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇല്ല. അപ്പം എന്താ കാട്ടേണ്ടി അറിയില്ല. കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും ധാരാളമായി നിരത്തിലിറങ്ങി. KSRTCയുടെ അന്തർ സംസ്ഥാന ബസ്സുകളിൽ ഏതാനും ചിലത് സർവീസ് നടത്തിയെങ്കിലും സമരക്കാരുടെ പ്രതിഷേധം ഭയന്ന് പിന്നീട് സർവീസ് നടത്താൻ തയ്യാറായില്ല. പാലക്കാടും വയനാടും CITUവിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തു. സമരം ഭാഗികമായിരുന്നെങ്കിലും കടകൾ തുറക്കാത്തതും സ്വകാര്യ ബസ്സുകളും KSRTCയും നിരത്തിലിറങ്ങാത്തതും ജനങ്ങളെ ദുരിതത്തിലാക്കി. ജനം, കോഴിക്കോട്.